എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോടുമുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നെഗറ്റിവിറ്റി ഒന്നും നമ്മുടെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഇതൊരു ജനറൽ റീഡിങ് അഥവാ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. തീർച്ചയായിട്ടും അനാവശ്യമായിട്ട് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പലരും പറയുന്നുണ്ട് പല കാര്യങ്ങളും റെസണേറ്റ് ആവുന്നില്ല. അത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് തന്നെയാണ് റെസണേറ്റ് ആവാത്ത ചില കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല ജനറൽ റീഡിങ്ങിൻ്റെ കാര്യത്തിൽ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് എൻ്റെ വീഡിയോയിൽ അതിൻ്റെ നമ്പരും കൂടെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സാണ്. ഇപ്പോഴും നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള ഒരു ഫീലിങ്സാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതിനുശേഷം തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സാണ് നമുക്ക് നോക്കാനായിട്ട് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സാണ് ഞാൻ ഇപ്പോഴേക്കും നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നാണ് നമ്മളിന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇതൊക്കെയാണ് സ്പ്രെഡ് വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് നോക്കാം എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന്. ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ഞാൻ ഇന്നലെ റീഡ് ചെയ്തായിരുന്നു, അവരൊട്ടും ഹാപ്പിയല്ല. കാരണം നിങ്ങളുടെ ഒരു പ്രണയത്തിൻ്റെ വാല്യൂ ഒരു തിരിച്ചറിയുന്ന നിമിഷമാണ്. ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. തീർച്ചയായിട്ടും ശിവനി ശക്തിയും എന്ന പോലെ ഇങ് എനർജി പോലെ തീർച്ചയായിട്ടും അത്രമേൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് ആ ഒരു വ്യക്തി അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർ അത്രത്തോളം ഒരു മാനസിക മരവിപ്പ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് സമൂഹത്തിൻ്റെയൊക്കെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കൊരു മടുപ്പും വിരസതയും ഒരു നിഷ്ക്രിയത്വമാണ് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ തേർഡ് പാർട്ടിയോടുള്ളതായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിലുള്ളത് അവരുടെ വികാരങ്ങളെ അവർ അമിതമായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതവരെ കൊണ്ട് താങ്ങാവുന്നതിനും അപ്പുറമാണ് തീർച്ചയായും. അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ആഴം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾ പരസ്പര പൂരകങ്ങളായിരുന്നു എന്നവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് എനർജിയാണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ടിൻ ഫ്ലെയിം ജേർണിയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. തീർച്ചയായും അങ്ങനെയൊക്കെ ഉള്ള എനർജീസ് വരുന്നുണ്ട്. ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനെ പോലെ സൂചിപ്പിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട്. അതാണ് ഒരു ഇൻ്റഗ്രേഷൻ കാർഡിലൂടെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരാ ഒരു ബന്ധത്തിൽ ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. പുറമേ ഒരു സന്തോഷവാനായിട്ട് മറ്റുള്ളവരെയൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് അത് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തിയോട്ട് ഹാപ്പിയല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് എന്താണ് അവരാഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ നിൻ്റെ ലൈഫിലേക്ക് എനിക്ക് വീണ്ടും തിരിച്ചു വരണമെന്നുണ്ട്, നീ എന്നെ സ്വീകരിക്കുമോ എന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് അപേക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അത്രത്തോളം അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ കാണുന്നുണ്ട്. ഇവിടെ വി ആർ ദ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൂചകത്തിൻ്റെ കാർഡാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതയാത്ര, പുതിയൊരു യാത്ര തുടങ്ങാനായിട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു കാർഡ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴും ആ ഒരു ബന്ധത്തിൽ ഒരു നിഷ്ക്രിയത്വം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തി അത്രത്തോളം ആ ഒരു ബന്ധത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. വികാരങ്ങളെ അമിതമായിട്ട്
അതായത് അവരുടെ ഫീലിങ്സിനെ അമിതമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം, ഒരു സ്ഥിതിവിശേഷമൊക്കെ ആ ഒരു ബന്ധത്തിലുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ആ ഒരു വ്യക്തി വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ എന്ന് എനിക്ക് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർക്ക് അവിടെ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളായിരുന്നു അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്നൊക്കെ ഒരു തിരിച്ചറിയുന്നൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം നിങ്ങളോട് അവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്നെ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നീ എന്നെ ഇനി വന്നാൽ സ്വീകരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള എനർജീസാണ് തീർച്ചയായും വരുന്നത്. അപ്പോൾ അവർ അത്രത്തോളം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. തീർച്ചയായും ആ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ട് അവരുടെ മനസ്സിനെ ഒരു കൺട്രോൾ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി ഒട്ടും കോൺഫിഡൻ്റ് അല്ല എന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെ അവർക്ക് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥ, അതായത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുമായിട്ടൊരു നല്ല ജീവിതം തുടങ്ങാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. വളരെ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പം ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമ്മർദ്ദത്തിലൂടെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് ജീവിതത്തെപ്പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം നിങ്ങളാണ് അവരെ പൂർണ്ണനാക്കണം അല്ലെങ്കിൽ പൂർണ്ണയാക്കുന്നതെന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാവാം. അപ്പം നിങ്ങൾ പരസ്പരം ഒന്നാകേണ്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളാണ് അവരെ പൂർണ്ണനാക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണയാക്കുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. തീർച്ചയായും ഒരു കംപ്ലീഷൻ അവർക്ക് കിട്ടുന്നത് നിങ്ങളോടൊപ്പമുള്ള ജീവിതം, നിങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു കംപ്ലീഷൻ കിട്ടുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആഴത്തിലുള്ളൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. അതുപോലെ എല്ലാ തേർഡ് പാർട്ടി ബന്ധത്തെയും അതിജീവിച്ച് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതായിട്ടാണ് വി ആർ ദ വേൾഡ് കാർഡിലൂടെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ തേർഡ് പാർട്ടി ബന്ധങ്ങളെ അതിജീവിച്ച് ആ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും വളരെ ഒരു നെഗറ്റിവിറ്റിയാണ്. അവിടെ ഒരു നെഗറ്റിവിറ്റിയാണ്. അവിടെ ഒരു സ്നേഹത്തിനൊന്നും ഒരു പ്രാധാന്യം കാണുന്നില്ല. അവർ അനാവശ്യമായിട്ട് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുറമേ ഒരു ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നാലും അവരുള്ളുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പങ്കാളി എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഇനിയും വരാൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് വന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർമ്മകളുണ്ട്. പക്ഷേ ഇത് വളരെ നാളായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുമായിട്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. അപ്പം അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. അപ്പോൾ തീർച്ചയായും പോസിറ്റീവായിട്ടിരിക്കുക. ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി ബന്ധങ്ങളൊക്കെ ഉടനെ അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരു ശിവശക്തിയെ പോലെ, അതായത് നിങ്ങൾ ഒന്നാവേണ്ടവരാണ്, നിങ്ങളാണ് പരസ്പരം ഒന്നാവേണ്ടവരെന്ന് ഒരു ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരു യിങ് യാങ് എനർജി പോലെ, ശിവനും ശക്തിയും പോലെ തീർച്ചയായിട്ടും പരസ്പര പൂരകങ്ങളാകേണ്ട ഒരു വ്യക്തികളാണ് നിങ്ങളെന്നവർ ചിന്തിക്കുന്നൊരു സമയമാണ്. ആ ഒരു വ്യക്തിയിൽ വലിയൊരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ് എനിക്കിവിടെ എൻ്റെ ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാ തേർഡ് പാർട്ടി ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ എനിക്ക് കിട്ടിയ സ്പ്രെഡ്. ഓക്കെ, പിന്നെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നോക്കാം. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടിയിൽ അവരെ മാനിപ്പുലേഷൻ നടന്നു, അതായത് നിങ്ങളെ അവരെയും തമ്മിൽ തെറ്റിച്ചത് ഈ ഒരു തേർഡ് പാർട്ടിയാണെന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പുറമേ നിന്ന് ഒരു യാഥാർത്ഥ്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പുറമേ കാണിക്കുന്ന ഒരു വിശുദ്ധി, ആ ഒരു തേർഡ് പാർട്ടി അവരെ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ജീവിതത്തിൽ ഒരുപാട് വഞ്ചന നടത്തിയതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയിൽ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ഇനിയിപ്പം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ സഹിച്ചു, ഇനി ആ ഒരു വ്യക്തി നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരത്രത്തോളം മാനസിക വേദനയിലൂടെയാണ്
കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നിസ്വാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം പ്രതീക്ഷിച്ചാണ് അവർ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നത്, ഒരു പക്വതയുള്ളൊരു സ്നേഹം. പക്ഷേ സ്വന്തം വ്യക്തിത്വം പോലും മറന്ന് പല കാര്യങ്ങളും അവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നപ്പം. അത്രത്തോളം ആ ഒരു വ്യക്തി മാനസികമായിട്ട് വിഷമിച്ചതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി അവരെ വഞ്ചിച്ചതായിട്ട് ഷുവറായിട്ട് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ അവരിപ്പം അവരുടെ അകക്കണ്ണ് തുറക്കുക എന്ന് പറയത്തില്ല, തീർച്ചയായിട്ടും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി കാർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവിടെ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയെ പറ്റി ഒരു അവബോധം അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കാപട്യം, അതായത് അവർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ വഞ്ചിച്ചതായിട്ട് അവർക്കൊരു കൃത്യമായൊരു അതിൻ്റെ ഒരു തെളിവും ഒരു ബോധവും ആ ഒരു വ്യക്തിക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ അത്രത്തോളം അവർ മനസ്സിൽ തേർഡ് പാർട്ടി ദേഷ്യം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആന്തരിക സമ്മർദ്ദത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി പല രീതിയിൽ അവരെ പറ്റിച്ചതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി അവരെ ഇട്ടിട്ട് വേറെ പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് അവരുമായിട്ട് റിലേഷൻ ഉള്ള സമയത്ത് തന്നെ തേർഡ് പാർട്ടിക്ക് വേറെ ബന്ധങ്ങളുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. അവർക്ക് അവരുടെ ആത്മാഭിമാനം പോലും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ആഗ്രഹിച്ചിട്ടുണ്ട്, ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധത്തിൽ. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയുടെ കാണാനൊക്കെയുള്ള ലുക്കേ ഉള്ളൂ, മനസ്സുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടി ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തെയും പുറമേ നിന്ന് വിലയിരുത്തരുത്, അതിനെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊരു പശ്ചാത്താപമുണ്ട്, റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിയുടെ പ്രവൃത്തിയിന്മേൽ പെട്ടെന്ന് വിധി എഴുതിയതായിട്ട് കാണുന്നുണ്ട് അവർ. അതുപോലെ തന്നെ പെട്ടെന്ന് അവർ ആ ഒരു തേർഡ് പാർട്ടിയെ സ്വീകരിച്ചതായിട്ട് കാണുന്നുണ്ട്. പുറമേ നിന്നുള്ള ഒരു യാഥാർത്ഥ്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. പുറമേ ഉള്ളൊരു വിശുദ്ധിയുള്ള ആ ഒരു തേർഡ് പാർട്ടിക്ക്, അല്ലാതെ ഉള്ളിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി. അതവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബിയോണ്ട് ഇലൂഷൻ കാർഡ് സൂചിപ്പിക്കുന്നതാണ് ആ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവരൊട്ട് ഹാപ്പിയല്ല, അവരൊരുപാട് വിഷമങ്ങളിലൂടെയാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളെയാണ് ഇപ്പോഴും ഒരു ഹോപ്പ് വയ്ക്കുന്നത് നിങ്ങളെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ബാഹ്യരൂപങ്ങളിൽ വഞ്ചിതരാകുന്ന ആ ഒരു ലുക്ക് കണ്ട് ഈ ഒരു കാർഡ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ആ ലുക്കിലാണ് അവർ പെട്ടുപോയത്. ഇപ്പോഴവർ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നുള്ളൊരു ബോധം അവർക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയുടെ ലുക്കിലാണ് അവർ വീണു പോയത്. ഇപ്പോഴവർ ചിന്തിക്കുന്നുണ്ട്, ഒരു വ്യക്തിയും അങ്ങനെ പുറമേ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യാതെ കാര്യങ്ങളെ ഒരു യാഥാർത്ഥ്യം എന്താണോ, അല്ലെങ്കിൽ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബാഹ്യരൂപങ്ങളിൽ വഞ്ചിതരാവാതിരിക്കുക. അപ്പം അവരുടെ ഒരു ലുക്കിലാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് വന്നത്. അപ്പം നേരത്തെ ആ ഒരു തേർഡ് പാർട്ടി അവരെ പല കാര്യങ്ങളും പറഞ്ഞ് ഇമോഷൻസ് കൊണ്ടൊക്കെ ഒരുപാട് കബളിപ്പിക്കാനൊക്കെ നോക്കിയെന്നായിട്ട് കാണുന്നുണ്ട്, കബളിപ്പിക്കാനായിട്ട് ഇമോഷൻസ് കൊണ്ട്. പക്ഷേ അവർ വഞ്ചിക്കാനൊക്കെ, അതായത് അവരെ കരഞ്ഞ് കാലി പിടിച്ച് അവരെ വീണ്ടും വീണ്ടും ഈ ഒരു ബന്ധത്തിലേക്ക് നിലനിർത്തി, അതായത് ഈ ഒരു ബന്ധത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട്. കരഞ്ഞ് കാലി പിടിച്ചിട്ടൊക്കെയാണ്. പക്ഷേ ഇനി അതൊന്നും തേർഡ് പാർട്ടിയുടെ ഒരു കള്ളക്കളിയും നടക്കില്ല. തീർച്ചയായിട്ടും അവർക്ക് യാഥാർത്ഥ്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് ആ ഒരു വ്യക്തി തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ ഒരു കള്ളക്കളിയും നടക്കത്തില്ല. ഇത്രയും നാളും തേർഡ് പാർട്ടി പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുത്തതായിട്ട് കാണുന്നുണ്ട്. അത് ആ ഒരു വ്യക്തി ഇത്രയും നാളും അതൊന്നും മനസ്സിലായിട്ടും ആ ഒരു വ്യക്തി അതൊന്നും മനസ്സിലാവാത്ത പോലെ ഇരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ബന്ധം വേണ്ട, തേർഡ് പാർട്ടിയെ വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ആ ഒരു വ്യക്തി എടുക്കാൻ പോകുന്നത്. അതുപോലെ ഇനി അവരുടെ കള്ളക്കളികളൊന്നും നടക്കില്ല, കണ്ണുനീര് കൊണ്ടൊന്നും ഇനി ഒരു പ്രയോജനവും നടക്കില്ല. കള്ളത്തരങ്ങളും കണ്ണുനീരുകളും പ്രയോഗിച്ചാണ് അവർ ഇത്രയും നാളും ആ ഒരു വ്യക്തിയെ തേർഡ് പാർട്ടി പിടിച്ചു നിർത്തിയത്. പക്ഷേ ഇനി അവർക്ക് അവർ എത്ര പിടിച്ചു നിർത്തിയിട്ടും കാര്യമില്ല. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ എത്ര പിടിച്ചു നിർത്തിയിട്ടും കാര്യമില്ല. കാര്യം നിങ്ങളുടെ വ്യക്തി അവരെ മനസ്സുകൊണ്ട് വെറുത്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പലതരത്തിലുള്ള റിലേഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവിഹിത ബന്ധങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന കാർഡുകളും വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നതായിട്ടും ഉള്ള കാർഡുകൾ വന്നിട്ടുണ്ട്.
അപ്പം ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്നൊരു വിമുക്തി അല്ലെങ്കിൽ ഒരു വിമോചനമാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവർ ഈ ഒരു ബന്ധത്തിൽ നിന്നകന്ന് നിങ്ങളിലേക്ക് വരാനാണ് പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ബന്ധം ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൻഡ് ആയ പോലെയാണ്. ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടിയോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിന് ഒരു തിരശീല വീഴാൻ പോവുകയാണ് ഉടൻ തന്നെ. അങ്ങനെയാണ് ഇപ്പം കാർഡിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർ എൻ്റെ ഇതിനകത്ത് നമ്മുടെ വീഡിയോയുടെ കൂടെ നമ്പർ കൊടുത്തേക്കാം. അപ്പം എൻ്റെ ഈ ഒരു റീഡിംഗ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിലൊരു നല്ലത് കൈവരിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് എൻ്റെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.